നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുണ്ടറയിൽ റോഡ് നിയമങ്ങളെ വെല്ലുവിളിച്ച് അഭ്യാസ പ്രകടനം നടത്തിയ തീ തുപ്പുന്ന കാറിനും ഉടമയ്ക്കുമെതിരെ നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന രീതിയിൽ സൈലൻസറിൽ നിന്ന് തീ പുറത്തുവിടുന്ന തരത്തിൽ മാറ്റം വരുത്തിയ കാറിനെതിരെയാണ് നടപടി. പള്ളിക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് നിയമം ലംഘിച്ച് അഭ്യാസ പ്രകടനം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ വീഡിയോ തെളിവായി സ്വീകരിച്ചാണ് അധികൃതർ നടപടിയെടുത്തത്. കുണ്ടറ ഇളമ്പള്ളൂരിൽ പൊതുജനങ്ങളെയും മറ്റ് വാഹനയാത്രികരെയും ഭീതിയിലാഴ്ത്തിയ തീ തുപ്പുന്ന സൈലൻസർ ഘടിപ്പിച്ചായിരുന്നു അഭ്യാസ പ്രകടനം. വീഡിയോ പ്രചരിച്ചതോടെ പള്ളിക്കൽ സ്വദേശിയായ മുഹമ്മദ് ഇർഫാന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാഹനമെന്ന് MVD കണ്ടെത്തി. സംഭവത്തിന് പിന്നാലെ വാഹന ഉടമ ഒളിവിൽ പോയിരിക്കുകയാണ്. നിയമവിരുദ്ധമായ രൂപമാറ്റം വരുത്തിയ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മോട്ടോർ വാഹന വകുപ്പും തീരുമാനിച്ചു. ഇതോടെ വണ്ടി നിരത്തിലിറക്കാനാകില്ല. വാഹന ഉടമയായ മുഹമ്മദ് ഇർഫാന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യും. അഭ്യാസ പ്രകടനത്തിൽ ഉപയോഗിച്ച കാർ എത്രയും വേഗം പിടിച്ചെടുക്കാനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പും ആരംഭിച്ചു. പൊതുനിരത്തുകളിൽ വലിയ ശബ്ദമുണ്ടാക്കിയും സൈലൻസറിലൂടെ തീ തുപ്പിയും നടത്തിയ അഭ്യാസ പ്രകടനത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് അന്വേഷണം ആരംഭിച്ചത്. ഇത്തരം രൂപമാറ്റങ്ങൾ വാഹനത്തിന് തീ പിടിക്കാനും വൻ ദുരന്തങ്ങൾക്കും കാരണമാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. എൻഫോഴ്സ്മെന്റ് RTO ദിലൂം സംഘവുമാണ് വാഹനം കണ്ടെത്തിയത്. മുഖത്തലയിലെ വർക്ക്ഷോപ്പിൽ നിന്നാണ് വാഹനം സംഘം കണ്ടെത്തിയത്. വാഹനം രൂപമാറ്റം വരുത്തി പുതിയ നിറമാക്കണമെന്നും MVD ആവശ്യപ്പെട്ടു. 2017 രജിസ്റ്റർ ചെയ്ത വാഹനം ഇയാൾ വാങ്ങുന്നത് 2024 വാഹനത്തിനെതിരെ 11 പിഴ ചുമത്തിയിട്ടുണ്ട്. അതിൽ 4 എണ്ണം അടച്ചു. വാഹനം നിലവിൽ ട്രാഫിക് സ്റ്റേഷനിലേക്ക് മാറ്റി. ഇയാളുടെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് പരിശോധന നടത്തിയിരുന്നു. സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതോടെ MVD അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കുണ്ടറയിലെ വിവാഹ ചടങ്ങിന് എത്തിച്ച കാറാണ് നിരത്തിൽ തീ തുപ്പി ഓടിയത്. വലിയ രീതിയിൽ തീ തുപ്പുന്ന വിധത്തിൽ മാറ്റങ്ങൾ വരുത്തിയ ഈ കാർ കനത്ത ശബ്ദത്തോടെയാണ് നിരത്തിൽ ഓടിയിരുന്നത്. സംഭവത്തിന് പിന്നാലെ MVDക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. വാഹന ഉടമയുടെ വീട്ടിൽ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം ചൊവ്വാഴ്ച പരിശോധന നടത്തിയിരുന്നു. വാഹനം ഉടൻ ഹാജരാക്കണമെന്ന് ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയെങ്കിലും ഇയാൾ കൂട്ടാക്കിയില്ല. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കല്ലുവെട്ടാങ്കുഴിയിലെ വർക്ക്ഷോപ്പിൽ വീലുകൾ ഉൾപ്പെടെ നീക്കം ചെയ്ത് ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച നിലയിലാണ് വാഹനം കണ്ടെത്തിയത്. നിർദ്ദേശങ്ങൾ പാലിക്കാത്ത പക്ഷം കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചു. അനധികൃതമായി മാറ്റങ്ങൾ വരുത്തിയതിന് 4 കേസുകളും നിയമലംഘനങ്ങൾക്ക് പിഴയൊടുക്കാത്തതിന് 11 കേസുകളും ഈ വാഹനത്തിനെതിരെ നിലവിലുണ്ടെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഇതിനു മുൻപും ഇത്തരത്തിലുള്ള രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾക്കെതിരെയും MVD കർശനമായി തന്നെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം തന്നെ ഇത്തരത്തിൽ പല വാഹനങ്ങളും ഓടുന്നുണ്ട്. കൃത്യമായിട്ട് അത് MVDയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും നടപടി എടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ഒരു തീ തുപ്പുന്ന വാഹനം MVD കണ്ടെത്തിയത്. ഇനിയും ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങളിൽ രൂപമാറ്റം വരുത്തി മറ്റുള്ളവർക്ക് അപകടമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ നിരത്തിലേക്ക് ഇറക്കാനാണ് ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും സൂക്ഷിച്ചോളൂ. MVD നിങ്ങളുടെ പിന്നാലെ തന്നെയുണ്ട്.